salt is the symbol of purity. Salt is the symbol of purity. ഉപ്പ് എന്ന് പറയുന്നത് പരിശുദ്ധിയുടെ പ്രതീകമാണ്. ഉപ്പ് എന്ന് പറയുന്നത് പരിശുദ്ധിയുടെ പ്രതീകമാണ്. പുരാതന ഇസ്രായേലിൽ ഉപ്പിനെ കണ്ടിരുന്നത് ഒരു പരിശുദ്ധിയുടെ പ്രതീകമായിട്ട് ആണ്. ചരിത്രകാരന്മാർ പറയുന്നത് ഉപ്പും സൂര്യപ്രകാശവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നാണ് ഓരോ യഹൂദന്മാരും ഓരോ ഇസ്രായേലിയ ജനവും കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുക്രിസ്തു ഈ ഉപ്പിനോട് അനുബന്ധിച്ച് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നും പറയുന്നുണ്ട്. അതേ കർത്താവായ യേശുക്രിസ്തു ആദ്യം പറഞ്ഞ ഈ ഉപ്പിനെ കുറിച്ച് പറയുന്നത് salt is the product of both sea and sun എന്നാണ് പറയുന്നത്. കടലിന്റെയും സൂര്യന്റെയും ഒരു പ്രതിഫലനമായിരുന്നു ഉപ്പ്, അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നമായിരുന്നു ഈ ഉപ്പ് എന്ന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഉപ്പിന് കടലിൽ വെള്ളത്തിൽ ശോധന ചെയ്ത അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട ഒരു ഉൽപ്പന്നമായിട്ട് കണ്ടിരുന്നു. വിശുദ്ധിയുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉൽപ്പന്നമായിട്ട് കണ്ടിരുന്നു. അത് മാത്രമല്ല, അവര് യാഗം കൊടുക്കാറുണ്ടായിരുന്നു. പഴയ നിയമ വിശ്വാസം അനുസരിച്ച് യഹൂദന്മാര് യാഗപീഠത്തിന്റെ യാഗ വസ്തു വെച്ചതിനു ശേഷം ദൈവത്തിന്റെ സന്നിധിയിൽ യാഗമായി അർപ്പിക്കാറുണ്ടായിരുന്നു. അതിനുശേഷം ഈ യാഗമെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ രക്തം ഉണ്ടാകും. കാരണം ജീവനുള്ള വസ്തുക്കളെ, ജീവനുള്ള ജീവികളെയൊക്കെ അവിടെ അർപ്പിക്കുമായിരുന്നു. ആട്ടുകൊറ്റന്മാരെയും കാളക്കുട്ടികളെയും ഒക്കെ അവിടെ അർപ്പിക്കുമായിരുന്നു. ഇതിനെ വൃത്തിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇവര് എല്ലാം വൃത്തിയാക്കിയതിനു ശേഷം വീണ്ടും അവിടെ ഉപ്പ് വിതറുമായിരുന്നു. ഈ ഉപ്പിന്റെ കാലശേഷിയുണ്ട്. അവിടെയുള്ള സ്മെല്ലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാറിപ്പോവുക പതിവായിരുന്നു. അതെ, ഈ യഹൂദന്മാര് യാഗ വസ്തുവിൽ പോലും അല്ലെങ്കിൽ യാഗപീഠത്തെ വിശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു, ഒരു ഉൽപ്പന്നമായിരുന്നു ഉപ്പ് എന്നുള്ളത്. ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ ജീവിതത്തിൽ ഉപ്പിന്റെ ആവശ്യകത അല്ലെങ്കിൽ ഉപ്പിന്റെ സാമ്യം ഉണ്ടെന്ന് ചോദിച്ചാല് ഈ ലോകത്തെ ഭൗതികമായിട്ടുള്ള പാപത്തിന്റെ മധ്യത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ലൗകികപരമായിട്ടുള്ള പാപത്തിന്റെ മധ്യത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമ്മുടെ ആത്മാവിനെ വിശുദ്ധിയോടുകൂടെ കാത്തുരക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഉപ്പിനെ പോലെ ശുദ്ധിയുള്ളതാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. വാക്കിലും പ്രവൃത്തിയിലും ചിന്താഗതിയിലും ഒക്കെ ഒരു പ്യൂരിറ്റി, ഒരു വിശുദ്ധി നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അവർക്ക് മനസ്സിലായി പരിശുദ്ധിയാകുന്നു, വിശുദ്ധിയാകുന്നു, വിശുദ്ധിയോടുകൂടെ നിങ്ങൾ ജീവിക്കണം എന്ന് പറഞ്ഞു എന്ന് അവർക്ക് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഉപ്പാകുന്നു. ഉപ്പ് കാലമില്ലാതെ പോയാൽ, ഉപ്പ് വിശുദ്ധിയില്ലാതെ പോയാൽ, നിന്റെ ജീവിതം വിശുദ്ധിയില്ലാതെ പോയാൽ എന്ത് പ്രയോജനമാണ് അതുകൊണ്ട് ഉള്ളത് എന്ന് യേശു കർത്താവ് ചോദിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് salt is a symbol of purity. ഉപ്പ് പരിശുദ്ധിയുടെ പ്രതീകമാണ്. രണ്ടാമത്തെ